ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചെറുപയർ കറി. അപ്പം, പുട്ട്, ഇടിയപ്പം, ചോറ് എന്നിവയുടെ കൂടെ ഒഴിച്ചു കഴിക്കാൻ പറ്റുന്ന വളരെ സ്വാദിഷ്ടമായ ചെറുപയർ കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. വെൽക്കം ടു ദ വീഡിയോ. ചെറുപയർ കറി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് 2 കപ്പ് ചെറുപയർ വെള്ളത്തിലിട്ട് കുതിർത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ചെറുപയർ 4 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തതാണ്. ചെറുപയർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം സൈസ് സവാള സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തത്, 2 പച്ചമുളക് നെടുകെ കീറിയത്, ഒരു മീഡിയം സൈസ് ടൊമാറ്റോ കട്ട് ചെയ്തത്, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്. ഇനി പയർ വേകുന്നതിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ച് 4 വിസിൽ കേൾക്കുന്നത് വരെ വേവിച്ചെടുക്കാം. ചെറുപയർ കുക്കറിൽ വേവുന്ന സമയത്തിനുള്ളിൽ ചെറുപയർ കറിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചിരണ്ടിയത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 4 അല്ലി വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ ജീരകം, 1/4 കപ്പ് വെള്ളവും ചേർത്ത് അരച്ചെടുക്കാം. പയർ കറിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. 4 വിസിൽ കേട്ട് കുക്കർ നമുക്ക് തുറന്ന് നോക്കാം. പയർ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി പയർ നന്നായിട്ട് നമുക്കൊന്ന് ഉടച്ചെടുക്കാം. പയർ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കാം. അരപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അരപ്പ് അരച്ച മിക്സിയുടെ ജാറിൽ തന്നെ ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കഴുകി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ചൂടാക്കിയെടുക്കാം. 2 മിനിറ്റ് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കറി തീ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. പയർ കറി താളിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ 3 വറ്റൽമുളക് 2ആയി കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത്, 1 തണ്ട് കറിവേപ്പില, ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ഒന്ന് ബ്രൗൺ കളറായി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. ചെറിയ ഉള്ളി ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് താളിച്ചത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. താളിച്ചതിന് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. പുട്ട്, അപ്പം, ചപ്പാത്തി, ചോറ് എന്നിവയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന വളരെ സ്വാദിഷ്ടമായ ചെറുപയർ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.